സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലുള്ള നിർണായക നീക്കവുമായി ബജറ്റ് പ്രഖ്യാപനം. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ച ധനമന്ത്രി 3 മാസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും അറിയിച്ചു. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA കുടിശ്ശിക പൂർണ്ണമായി നൽകും. അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിലിൽ നിലവിൽ വരുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റായിരിക്കുമെന്ന നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉൾപ്പെടെയുള്ള നിർണായക നിർദ്ദേശങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ജീവനക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം പരിഗണിച്ചുള്ള സുപ്രധാന ചുവടുവെപ്പെന്നും KN ബാലഗോപാൽ ഇതിനെ വിശേഷിപ്പിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ പൂർണ്ണമായും നൽകാൻ തീരുമാനിക്കുന്നു. DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന DA, DR കുടിശ്ശിക പൂർണ്ണമായും തീർക്കും. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകും. ബാക്കിയുള്ള കുടിശ്ശിക പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തിൽ ഉൾപ്പെടുത്തും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായുള്ള അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കാനുള്ള ഉത്തരവ് ഏപ്രിൽ 1 ഇറക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുമെന്ന് ഉറപ്പാക്കും. ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം ഫണ്ടായി കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംവിധാനവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.